തിരുവനന്തപുരം നെടുമങ്ങാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടിയത് 3 ലക്ഷം രൂപ വില വരുന്ന 20 ചാക്ക് പാൻ മസാല ഉൽപ്പന്നങ്ങൾ. കേസിൽ ആനാക്കാട് സ്വദേശി പ്രമോദ് പിടിയിൽ. കൊല്ലം ചാത്തന്നൂർ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് യുവാവ് മദ്യം മോഷ്ടിച്ചതായി പരാതി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട കോന്നിയിൽ വീടിനുള്ളിൽ രാജവെമ്പാല. പരിഭ്രാന്തരായി വീട്ടുകാർ. രാജവെമ്പാലയെ കണ്ടെത്തിയത് ആനൌത്ത് സ്വദേശി തോമസ് എബ്രഹാമിന്റെ വീടിനുള്ളിൽ. കൊല്ലം തേനി ദേശീയപാതയിൽ കരിമ്പ് കയറ്റി വന്ന ലോറി പാലത്തിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് കർണാടകയിൽ നിന്നും കരിമ്പുമായി വന്ന ലോറി. തിരുവനന്തപുരം പാറശാലയിൽ കോഴി ഫാം നടത്തുന്ന വീട്ടിൽ മോഷണം. 5 ലക്ഷത്തോളം രൂപയും 2 മോതിരവും മോഷണം പോയി. പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. സീപോർട്ട് എയർപോർട്ട് റോഡ് നവീകരണം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധം ശക്തം. സ്ഥലം നഷ്ടപ്പെട്ടവർ കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ സാജിദ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി ഇനിയും വൈകിയാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി. എറണാകുളം ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനകീയ പ്രതിരോധ സമിതി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ PM മത്തായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കുമരകം കലാഭവനിൽ ONV കുറിപ്പിന് സ്നേഹാദരവായി പാട്ടുകൂട്ടം. പരിപാടി സംഘടിപ്പിച്ചത് മലയാണ്മയുടെ കാവ്യസൂര്യൻ എന്ന പേരിൽ. സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് അംബരീഷ് ജി വാസു ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു. ആദരവ് നൽകിയത് പഠനത്തിലും കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ. പരിപാടി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെയിംസ് വേഷ്ണ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ AKTA മേത്തല യൂണിറ്റിന്റെ 25ാമത് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അൻഷിയ റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് ചന്ദ്രൻ നീന്തലത്തിനെ ആദരിച്ചു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു.